ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എത്ര നിറം കുറഞ്ഞവർക്കും നിറം വെക്കാൻ സഹായിക്കുന്ന നൈറ്റിൽ നമുക്ക് തേച്ച് കിടക്കാൻ പറ്റുന്ന ഒരു ക്രീമാണിത്. ഉറപ്പായിട്ടും ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂട്ടാകുന്ന ഒരു അടിപൊളി ക്രീമാണ്. നമ്മൾ വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് ക്രീം വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ക്രീം തയ്യാറാക്കിയിട്ട് ഒരു 5 ദിവസം വരെയെല്ലാം നിങ്ങൾക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. മുഖത്തെ കറുത്ത പാടും കരിവാളിപ്പും ഒക്കെ മാറിയിട്ട് മുഖം നല്ല നിറം വരാൻ സഹായിക്കുന്നതും സൗന്ദര്യം വർദ്ധിക്കാൻ സഹായിക്കുന്നതുമായ ഒരു അടിപൊളി ക്രീമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമുക്ക് വേണ്ടത് കുക്കുംബറാണ്. കുക്കുംബർ എന്ന് പറഞ്ഞാൽ കക്കിരിക്കയാണ് കേട്ടോ. സാലഡിലെല്ലാം ഇടുന്ന കക്കിരിക്കയാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒരു സ്ക്രാപ്പറിലോ അല്ലെങ്കിൽ ഒട്ടും വെള്ളമില്ലാണ്ട് ഒരു മിക്സിയുടെ ജാറിലോ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതേപോലെ സ്ക്രാപ്പ് ചെയ്തെടുത്താലാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് അതിൻ്റെ ഒരു നീര് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കണം. പിന്നെ കഴുകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ നമ്മൾ സ്ക്രാപ്പ് ചെയ്തെടുത്താൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പം തന്നെ നമുക്ക് എക്സാക്റ്റ് ആയതിൻ്റെ നീര് കിട്ടും. നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് നീരെടുക്കുന്ന നേരം ഇത്രക്ക് അങ്ങോട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് സ്ക്രാപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളമില്ലാണ്ട് ഇത് നല്ല കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇനി ഈ ഒരു നീരിലേക്കാണ് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്. കുക്കുംബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് നല്ല സ്കിൻ വൈറ്റനിങ്ങിന് നല്ലോണം സഹായിക്കും കേട്ടോ. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് അലോവേര, ആദ്യം 1 ടീസ്പൂൺ അലോവേര ജെൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കംപ്ലീറ്റ് അലോവേര ജെല്ലും പിന്നെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്താലേ നമുക്ക് പുറത്ത് വെച്ചിട്ട് ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. ഫ്രിഡ്ജില്ലെങ്കിലും സാരമില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ കട്ടി കൂടി കൂടി വരും കേട്ടോ. ഇതിൻ്റെ കട്ടി കൂടി കൂടി വരും നമ്മളിത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു 5-6 മിനിറ്റ് എന്തായാലും നമ്മൾ മിക്സ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയം വരെ നിങ്ങൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സ് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയെടുക്കാം. പിന്നെ ഇതൊരു 5-6 ദിവസം നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ ക്രീം ഈ ഒരു രൂപ ആകുന്ന സമയത്ത് നമുക്ക് നല്ല എയർ ടൈറ്റുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ദിവസവും നിങ്ങൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുക. സാധാരണ നമ്മൾ ക്രീം യൂസ് ചെയ്യൂലേ, ആ ഒരു രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മുഖം നല്ലവണ്ണം കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഡോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു റിസൾട്ടാണ് ഉണ്ടാകുക. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തേക്ക് നല്ലൊരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് തേച്ചിട്ട് നിങ്ങൾ റിസൾട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാന്നാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.